എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വിവേക്യു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ 2024 ജനുവരിയിലെ സെറ്റ് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത്, ഇഫ് ഓൾ ദ ഐഗൺ വാല്യൂ ഓഫ് എ മെട്രിക്സ് ആർ റിയൽ ദെൻ ദ മെട്രിക്സ് മസ്റ്റ് ബി. ഒരു മെട്രിക്സിന്റെ എല്ലാ ഐഗൺ വാല്യൂവും റിയൽ ആണെങ്കിൽ ആ മെട്രിക്സ് എങ്ങനെയുള്ള മെട്രിക്സ് ആണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? അതൊരു സിമെട്രിക് മെട്രിക്സ് ആണ് അല്ലെ. ഐഗൺ വാല്യൂസ് റിയൽ ആണെങ്കിൽ അതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ദ ഡിക്ലറേറ്റ് കണ്ടീഷൻ ആർ റിക്വയർമെന്റ് ദാറ്റ് എ ഫംഗ്ഷൻ മസ്റ്റ് സാറ്റിസ്ഫൈ ടു എൻഷുർ ദി കൺവേർജൻസ് ഓഫ് ദ ഫുറിയർ സീരീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദി ഡിക്ലറേറ്റ് കണ്ടീഷൻ. ഡിക്ലറേറ്റ് കണ്ടീഷൻ ഏതെന്നുള്ളത് നിങ്ങൾ ഓപ്ഷൻ ഡി ആണ്. ദ ഫംഗ്ഷൻ മസ്റ്റ് ബി ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഇൻ എ ഗിവൺ പീരീഡ്. ഇതിനെയാണ് നമ്മൾ ഡിക്ലറേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി. അതൊന്നും അങ്ങനെ പഠിക്കണം കേട്ടോ. അടുത്തത്, ഇവാലുവേറ്റ് ദി എക്സ്പ്രഷൻ 2 + 3i ഡിവൈഡ് ബൈ 1 - 2i. 2 + 3i ഡിവൈഡ് ബൈ 1 - 2i കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നതാണ്. നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ് 2 + 3i ഡിവൈഡ് ബൈ 1 - 2i. ഇത് ബ്രാക്കറ്റിലിടുക. എന്നിട്ട് എന്ത് ചെയ്യുക? 1 + 2i ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? 1 + 2i. അതായത് ഈ ഡിനോമിനേറ്റർ ഉള്ളതിൻ്റെ പ്ലസ് ഇട്ടിട്ട്, ഇപ്പോൾ ഇവിടെ -i ആണ്, -2i ആണെങ്കിൽ അത് +2i ആക്കി മാറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? 2 + 4i + 3i - 6 ഡിവൈഡഡ് ബൈ 1 + 4 എന്നെഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 7i - 4 ഡിവൈഡഡ് ബൈ 5 എന്നെഴുതുക. ഓക്കെ, 7i - 4 ബൈ 5. അതെ, ഈ ഓപ്ഷൻ ബി കറക്റ്റ് അല്ലേ? 7i - 4 ഡിവൈഡ് ബൈ 5 മൈനസ് ആദ്യം ഇതിൽ നിന്നേ ഉള്ളൂ വ്യത്യാസം. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. 64ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ടൈലർ സീരീസ് എക്സ്പാൻഷൻ സെൻറ്റേർഡ് അറ്റ് x = 0. നമ്മൾ ടൈലർ സീരീസിന് x = 0 കൊടുക്കുകയാണെങ്കിൽ അവയെ പറയുന്ന പേരെന്താണ്? മെക്ലോറിൻ സീരീസ്. നമ്മൾ ഡിഗ്രി ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണല്ലേ. അതായത് ടൈലർ സീരീസിൽ ടൈലർ സീരീസ് എഴുതിയിട്ട് x = 0 കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? മെക്ലോറിൻ സീരീസ് ആയിട്ട് മാറും. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു റെസിഡ്യൂ തിയറം ഇൻ കോംപ്ലക്സ് അനാലിസിസ്, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ഇന്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ അറൌണ്ട് എ ക്ലോസ്ഡ് കോണ്ടൂർ എൻക്ലോസ്ഡ് all its poles? According to residue theorem in complex analysis, what is the value of integral of a uniform of a function around a closed contour enclosed at all points? അപ്പോൾ നമുക്കറിയാം ഈ റെസിഡ്യൂ തിയറം എന്താണ്? റെസിഡ്യൂ തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ f of z dz എന്ന് പറഞ്ഞാൽ എന്താണ്? 2πi ഇൻറ്റു എന്താണ്? സം ഓഫ് റെസിഡ്യൂസ്. ഇതാണ് നമ്മൾ ഈ റെസിഡ്യൂ തിയറം എന്ന് പറയുന്നത് കോംപ്ലക്സ് അനാലിസിസിലെ. ഓക്കെ, ദെൻ നമുക്കിപ്പോൾ ഒരു കോണ്ടൂർ തന്നിരിക്കുകയാണ്. നമ്മൾ കണ്ടുപിടിക്കുന്ന പോളുകളെല്ലാം ഇപ്പോൾ 3 പോളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 3 പോളുകളും എന്താണ്? ഈ പറയുന്ന കോണ്ടൂറിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2πi ഇൻറ്റു ഇതേ പ്ലസ് ഇതായിരിക്കും. മനസ്സിലായോ? ഓരോ പോളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ കണ്ടുപിടിച്ചിട്ട് ആ റെസിഡ്യൂ എല്ലാം കൂടി കൂട്ടിയിട്ട് 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ കോണ്ടൂറിൻ്റെ ഇൻ്റഗ്രൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? ബി അല്ലേ? ഈക്വൽ ടു ദി സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് ദ കോണ്ടൂർ. ഒരു കോണ്ടൂറിൻ്റെ ഉള്ളിലുള്ള റെസിഡ്യൂസ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടോട്ടൽ ഇൻ്റഗ്രൽ കിട്ടുന്നു. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. 66ാമത്തെ ചോദ്യം, ഇൻ എ 3-dimensional സ്പേസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ടെൻസർ ടിപ്പിക്കലി ഹാവ് ഡാഷ് കോമ്പണൻസ്. ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ടെൻസർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റൊട്ടേഷനൊക്കെ വളരെ ഈസി ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ടെൻസർ നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മളിങ്ങനെ IXX, അതുപോലെ IYY, അതുപോലെ IZ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ മെട്രിക്സുകൾ ഇങ്ങനെ എഴുതാറുണ്ട്. മനസ്സിലാവിടെ? അപ്പോൾ അതിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ടെൻസർ എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് ഒരു 6 കോമ്പണൻറ്റുകളുള്ള ഒരു ടെൻസറാണ്. സോ ഓപ്ഷൻ ഡി ചോയ്സ് ആണ്. അപ്പോൾ പഠിച്ചു വെക്കണം, മൊമെന്റ് ഓഫ് ഇനേഷ്യ ടെൻസർ എന്ന് പറയുന്നത് എത്ര കമ്പോണൻ്റ് ഉണ്ട്? 6 കമ്പോണൻ്റ് ഉള്ള ഒരു ടെൻസറാണ്. 6 കമ്പോണൻ്റ് ഉണ്ടാവും, 6 കോമ്പണൻ്റ്. ഓപ്ഷൻ ഡി. 67. The Hamiltonian of a closed system is conserved over a time
This statement is the consequence of fundamental principle of conservation of എന്താണ് എനർജി. ഡയറക്റ്റ് ചോദ്യമല്ലേ. അതായത് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ കൺസേർവ്ഡ് ഓവർ എ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ്. 68ാമത്തെ ചോദ്യം. In a system with two generalized coordinate q1, q2, if q1 is cyclic, what is the implication for the corresponding conjugate momentum p1? അല്ലേ, നമ്മൾ പറഞ്ഞു ഇപ്പോൾ സൈക്ലിക് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റം എന്താണ്? കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മൊമെൻറ്റം കറസ്പോണ്ടിങ് ടു സൈക്ലിക് കോർഡിനേറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്താ? നമുക്ക് q1, q2 എന്ന് പറയുന്ന രണ്ട് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. ആ ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ q1 എന്ന് പറയുന്നത് സൈക്ലിക് ആണ്. അങ്ങനെയാണെങ്കിൽ q1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റം p1 എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആയിരിക്കും. നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ലഗ്രാഞ്ചിന് ഹാമിൽട്ടോണിയൻ തന്നിട്ട് ആ ഹാമിൽട്ടോണിയൻ തന്നിട്ട് ഏതാണ് കോൺസ്റ്റന്റ് ഓഫ് മോഷൻ എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ സൈക്ലിക് കോർഡിനേറ്റ് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ആ സൈക്ലിക് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റം അവിടെ കൺസേർവ്ഡ് ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ്. p1 must be constant through the motion. 69. Which of the following condition must be satisfied for a transformation to be canonical? Okay, it preserve the Hamiltonian. ഇതാണ് കാനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ കാണാതെ പഠിക്കണം. 70ാമത്തെ ചോദ്യം. Dash transformation is commonly used in the Hamiltonian-Jacobi theory to simplify the Hamiltonian equation. നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷനിൽ നമ്മൾ പലത് പഠിക്കുന്നുണ്ട്. ലെജൻഡർ ഫംഗ്ഷൻ, അതുപോലെ ബെസൽ ഫംഗ്ഷൻ. അതിൽ ഈ ലെജൻഡർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാമിൽട്ടൺ ജാക്കോബി തിയറിക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എടുക്കേണ്ട ഒരു കാര്യമാണ്. സോ ലെജൻഡർ ട്രാൻസ്ഫോർമേഷനാണ് ഹാമിൽട്ടൺ ജാക്കോബി തിയറിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. ഇതും കാണാതെ പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കുറേ ചോദ്യങ്ങൾ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്. അവയ്ക്ക് നമ്മൾ ഒരുപാടൊന്നും പറയേണ്ട, നമുക്ക് ഈ MCQ ക്ലിയർ ചെയ്താൽ പോരെ. അപ്പോൾ അതുകൊണ്ട് ചില ചോദ്യങ്ങൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിൻ്റെ ഉത്തരം അങ്ങ് പറഞ്ഞേക്കണം. സോ ഓപ്ഷൻ ബി. 71ാമത്തെ ചോദ്യം. A particle constrained in a one-dimensional box of length 2a with the potential v of x is equal to infinity, x less than or equal to a, x greater than a, and v of x is equal to 0, minus a less than or equal to x less than or equal to a, energy difference between level n equal to 3 and n equal to 2 എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ബോക്സ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ ബോക്സിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാവുന്നൊരു ജനറൽ ഇക്വേഷനാണ്. എന്താണ്? ഞാനിവിടെ അങ്ങ് എഴുതുകയാണേ. ഇ എൻ സമം എന്താണ്? n സ്ക്വയർ പൈ സ്ക്വയർ h ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2m a സ്ക്വയർ എന്ന് എഴുതുന്നത്. ഇവിടെ എയുടെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? ഇവിടെ എയുടെ സ്ഥാനത്ത് 2a കൊടുക്കണം. കാരണം ബോക്സിൻ്റെ വിഡ്ത്ത് 2a ആണ്. അപ്പോൾ നമ്മൾ 2a ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. നോർമലി എയുള്ള സ്ഥാനത്ത് 2a എഴുതണം. ബോക്സിൻ്റെ വിഡ്ത്ത് എത്രയാണ് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? n സ്ക്വയർ പൈ സ്ക്വയർ h ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ എന്താണ്? 8ma സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഈ n എന്ന് വെച്ചാൽ എത്രയാ? n 2, അതായത് n 3ക്കും 2ക്കുള്ള ഡിഫറൻസ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ ഈ പൈ സ്ക്വയർ h ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 8ma സ്ക്വയർ അതുപോലെ നിലനിർത്തിയിട്ട് ബാക്കി എത്രയുണ്ട്? 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ എഴുതുന്നത്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? പൈ സ്ക്വയർ h ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2ma സ്ക്വയർ ഇൻറ്റു ഇതിപ്പോൾ 9 - 4 5 എന്ന് കിട്ടും, ഇൻറ്റു 5. ശരിയല്ലേ? സോ സമം എന്താണ്? 5 ഇൻറ്റു പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 2ma സ്ക്വയർ ഇൻറ്റു h ക്രോസിന് പകരം h ബൈ 2π ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 5h സ്ക്വയർ ഡിവൈഡ് ബൈ എത്ര കിട്ടും? താഴെ 8 കേട്ടോ. ഇവിടെ ഒരു 8 ആണ്. ഞാൻ ഇങ്ങോട്ട് 2 എന്ന് എഴുതി. 8 കേട്ടോ. 8 ഒരു ഇടം പോയിട്ട് 32 കിട്ടും. 32 ma സ്ക്വയർ. പൈ സ്ക്വയർ വെട്ടിപ്പോകുമല്ലോ. താഴത്തെ പൈ സ്ക്വയർ ഉണ്ട്, മുകളിലും പൈ സ്ക്വയർ ഉണ്ട്, വെട്ടിപ്പോവും. സോ 5h സ്ക്വയർഡ് ബൈ 32 ma സ്ക്വയർ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ചോയ്സ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ റെപ്രസെന്റ് എ ഹെർമീഷ്യൻ കോൺജുഗേറ്റ് ഓഫ് എ ബ്രാ വെക്ടർ? ഓക്കെ, നമുക്കറിയാം നമുക്ക് കെറ്റും ബ്രായുമുണ്ട് അല്ലേ? കെറ്റും ബ്രായുമുണ്ട്. അപ്പോൾ നമ്മുടെ നൊട്ടേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഈ പറയുന്ന എന്ത് ഹെർമീഷ്യൻ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹെർമീഷ്യൻ കോൺജുഗേറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ റെപ്രസെന്റ് എ ഹെർമീഷ്യൻ കോൺജുഗേറ്റ്? എന്താണ്? ഇതാണ് ഹെർമീഷ്യൻ കോൺജുഗേറ്റ്. ഓപ്ഷൻ ബി.
73. In theory, the unperturbed Hamiltonian represents. Okay, ഈ ചോദ്യം സാധാരണ മുന്നേ ഒരു കാര്യം കൂടിയുണ്ട്. ഇൻ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി എന്ന് ചേർന്ന് കേട്ടോ. ഇവിടെ ഇൻ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി, ഇവിടെ ഇൻ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി ദി അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദ പെർട്ടർബേർഡ് സിസ്റ്റം വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. കാണാൻ പഠിക്കേണ്ട ഒരു ചോദ്യം കേട്ടോ. സോ ഓപ്ഷൻ ബി. 74. ഇൻ WKB അപ്രോക്സിമേഷൻ the turning point of the wave function corresponding to location where the kinetic energy equal to ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി അല്ലല്ലോ, ഓപ്ഷൻ സി വരുള്ളൂ. ഓപ്ഷൻ സി, ദ ടോട്ടൽ എനർജി. എന്താണ്? ദി ടോട്ടൽ എനർജി. സോ ഇൻ WKB അപ്രോക്സിമേഷൻ ദ ടേണിംഗ് പോയിന്റ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ടു ലൊക്കേഷൻ വേർ ദ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു. നമ്മൾ പോയിന്റ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ലിമിറ്റ് പോയിന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഈക്വേറ്റ് ചെയ്യുന്ന കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി എന്നാണ്. മനസ്സിലായോ? അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി വരുന്നത്. 75. The Born approximation become more accurate when the energy of the incident particle is high. ഓപ്ഷൻ എ ആണ് റൈറ്റ് ചോയ്സ്. കാണാതെ പഠിക്കേണ്ട പ്രോബ്ലം ആണ്. ഓപ്ഷൻ എ ഹൈ. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. 76ാമത്തെ ചോദ്യം. വിച്ച് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ഈസ് മിനിമൈസ്ഡ് അറ്റ് ഇക്വിലിബ്രിയം ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം? ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി ആണ്. എ. എന്താണ്? വിച്ച് തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ഈസ് മിനിമൈസ്ഡ് അറ്റ് ഇക്വിലിബ്രിയം ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി ആണ്. 77. ഡാഷ് എൻസംബിൾ അലൗ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ബോത്ത് എനർജി ആൻഡ് പാർട്ടിക്കിൾ വിത്ത് ദി റിസർവോയർ. നമ്മൾ നേരത്തെ പറഞ്ഞ എനർജി EnV T mu ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് പറയുന്ന സമയത്ത് ഗ്രാൻഡ് കാനോനിക്കൽ എൻസംബിൾ ആണ് ഇതിന് കറക്റ്റ് ചോയ്സ് ആയിട്ട് വരും. നിങ്ങൾ അതൊന്ന് എഴുതി നോക്കിയാൽ മതി. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. 78. ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പാർട്ടീഷൻ ഫംഗ്ഷൻ ആൻഡ് ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി? പാർട്ടീഷൻ ഫംഗ്ഷൻ ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി തമ്മിലുള്ള ബന്ധം എന്താണ്? ഡയറക്റ്റ് ചോദ്യം. F is equal to -kT of Lnz. ഓപ്ഷൻ എ. 79. What happened to the size of bosons in condensation as the temperature decreases below critical temperature? ഷ്രിങ്ക് ചെയ്യും. അത് മനസ്സിലായോ? ഷ്രിങ്ക് ചെയ്യും. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആകുമ്പോൾ തന്നെ ഇത് കണ്ടൻസായി വരികയാണ്. വീണ്ടും ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് how many coordinates are typically used to specify a point in phase space for a system of n particle in 3-dimensional system? 6n-dimensional space ആണ്. നമ്മൾ phase space ഓൾറെഡി 6n-dimensional space ആണ് പഠിച്ചിട്ടുണ്ട്. സോ അത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ചോയ്സ്. ഇത്രയും ചോദ്യങ്ങൾ കൊണ്ട് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ഭാഗത്തിൽ ബാക്കി ചോദ്യങ്ങൾ ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.